ഇത് 1 പേഴ്സൺ ഷോയാണ്. ആദ്യം സ്വാഗതം ചെയ്യുന്നു റോമി ശ്രീകുമാർ. റോമി ഇവിടെ പെർഫോം ചെയ്യുന്നത് വടക്കൻ പാട്ടിലെ വളരെ ബോൾഡായ ഒരു ക്യാരക്ടറാണ്. നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കാം. പൂമാതേ പൊന്നമ്മ. പൂമാതേ പൊന്നമ്മ പാട്ടാടിയാല് മകരം പിറക്കണ മാമരം കോച്ചണ തണുപ്പ്, നാവുകൾ പൂക്കണ പൂക്കൈത പൂത്ത മണം പൊന്തണ, പിന്നെ പൂലുവപ്പെണ്ണിന് പാടില്ലാത്ത ചന്തവും ഏനുണ്ടെന്നാ കടലുംകര ദേശക്കാര് പറയണത്. പാതിര നേരത്ത് ബാല്യക്കാരെ എന്റെ കുടിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോഴ്, നാടുവാഴ്ചന്റെ മോഹം എന്നോട് പറഞ്ഞപ്പോഴ്, കുന്നോളം നെല്ലും പൊന്നും തന്നാലും മയങ്ങില്ലെന്ന് പറഞ്ഞേക്ക് നാടുവാഴ്ചനോട്. ഏനെ ഇല്ലാണ്ടാക്കാൻ നാടുവാഴ്ചൻ കൂട്ടുപിടിച്ചത് ഒരു പെണ്ണിനെയാ, എന്റെ ചങ്ങായിച്ചി ആയിത്തിരെ. എന്റെ നാട്ടില് പിഴച്ചവളാണെന്ന് പറഞ്ഞു നടന്നു ആയിത്തിര. നടന്ന തമ്പ്രാൻ എന്റെ മുടിയും മാറിടവും കത്തിച്ചു കളയാൻ സത്യം പറഞ്ഞ് മുടിയും മാറിടവും നഷ്ടപ്പെട്ടേ പുള്ളിപ്പാഞ്ഞ് കിണറ്റിൽ ചാടി. പൊന്നമ്മ പൂമാതേ എന്നെ ദൈവേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഏനിപ്പോഴും ഈ കിണറ്റിൻകരയിൽ ഇരിക്കാറുണ്ട്. ഈ പുതിയ കാലത്തെ പ്രതികരിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ ഓർത്ത് വിലപിക്കാൻ വരാറുണ്ട്. ഏന് വേദന വരണ പഴങ്കഥയിലെ പെണ്ണുങ്ങളുടെ ചെറുത്തുനിൽപ്പ് പോലും ഈ പുതിയ കാലത്തെ പെണ്ണുങ്ങൾക്കാവുന്നില്ലല്ലോ. നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി. AVT പ്രീമിയം വനിതാരത്നം 2-ന്റെ ഗ്രാൻഡ് ഫിനാലയിലെ രണ്ടാമത് സോളോ പെർഫോമൻസ് റൗണ്ടിലേക്ക് ഇത് മറ്റാരുമല്ല, ബിന്ദു അശോക്. ഇതെന്തൊരു മറിമായോ! എന്നെ കണ്ട മരിച്ചു വന്നാണെന്ന് തോന്നണേ ഇല്ലല്ലേ. പരലോകം പരലോകം കേട്ടിട്ടുണ്ട് കേട്ടാ. ഓണാഘോഷത്തിനിടയ്ക്ക് നടക്കണ പോലെ ഉണ്ട്. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പൊടി കിട്ടിയത് കേട്ടാ. നമ്മൾ ജീവനോട് കൂടെയുള്ള ആരെങ്കിലും പറയൂ നമ്മൾ നല്ലതാണെന്ന്? ആരും പറയൂല. ചത്തങ്ങ് കഴിഞ്ഞാല തലയുടെ അവിടെയും കാലിന്റെ എവിടെയും വന്ന് കടന്നു പറയും, അയ്യാ കിടക്കണ കിടപ്പുകള് കണ്ട എന്തൊരു പാവായിരുന്നു. എന്തരായാലും ഇവളുമാരെന്നൊക്കെ ചത്ത തൊലഞ്ഞിങ്ങ് എത്തിയല്ല സമാനായി. സ്വർഗോ അപ്പന്റെ ബാബു അണ്ണ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടാ. ബാബു അണ്ണ, ബാബു അണ്ണ, അണ്ണ, അണ്ണ ഒന്ന് നിന്നാണ്. നിങ്ങൾ ഇവിടെ ഉള്ള ആളെന്നെ. അണ്ണ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടാ. എന്റെ ബാബു അണ്ണ എവിടെ? നരകത്തിലോ? ഇതെന്തൊരു പറയണ അണ്ണ? ഭൂമിയിലുള്ളപ്പോ അങ്ങേര് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ്? തന്നെ പരസ്യങ്ങൾ കണ്ട് കണ്ണ് തള്ളിപ്പോയി കൊടുത്താ ആയിരിക്കും അണ്ണ, ആയിരിക്കും. അതുകൊണ്ട് എവിടെ എന്റെ ബാബു അണ്ണ? എവിടെ അണ്ണ നരകം? തന്നെ വലിയ ഉപകാരങ്ങൾ കേട്ടാ. ബാബു അണ്ണ ചെല്ലോ ഒന്ന് നിന്നാണ്. നരകത്തിലെ ആളാണ് എന്റെ ബാബു അണ്ണൻ എവിടെ? അതായത് പൊരിപ്പന എണ്ണെ മുക്കി പൊരിക്കണ ആളാ. പൊരിപ്പണ്ണ എന്റെ ബാബു അണ്ണൻ എവിടെ? ഈ തിളക്കണ എണ്ണച്ചട്ടിയില. അയ്യോ ഒന്ന് നൂർത്തി നിർത്താണ്, ഞാനൊന്ന് കാണട്ടെ.
പോലത്തെ ചില ഹോട്ടലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. മസാല എല്ലാം തേച്ച് മുക്കി പൊരിച്ച് നിൽക്കണ കോഴിയെ പോലെ ദാണ്ട് പൊരിപ്പനെണ്ണ. ഇപ്പൊ സമയം എന്തരായി? 7 മണിയാ. സീരിയല് തുടങ്ങാറായ അണ്ണ. അമ്മായി അമ്മ ഒരാറ്റം ബോംബ്. അത് കണ്ടാലും കരയും, കണ്ടില്ലെങ്കിലും കരയും. നിങ്ങളായാലും കരയും അണ്ണ. ബാബുണ്ട് എന്തിനു പറയണത്? ഞാൻ സ്വർഗത്തിൽ പോവാനാ? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് കേട്ടാ. നിങ്ങൾ ഏത് നരകത്തിലായാലും അതാണ് ഭാര്യമാർക്ക് സ്വർഗം. ഇവിടുന്ന് വരാൻ പറ്റൂലെന്നാ? നിങ്ങൾ വാ അണ്ണ, നമുക്ക് സ്വർഗത്തിൽ പോവാം. ഒരു കാര്യം താണ്ട, ഇത് കണ്ട ഈ പെടക്കണ 100 രൂപ കണ്ട, ഇത് കണ്ടാലേ ഭൂമിയിലുള്ളവന്മാരുടെ കണ്ണു മാത്രല്ല തള്ളിപ്പോണം, ഇവിടെ ഉള്ളവരുടെയും കണ്ണു തള്ളും. വാ അണ്ണ. നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടാ. ഞാനും എന്റെ ബാബുണിന് സ്വർഗത്തിൽ പോയിക്കോട്ടാ? പോട്ടാ? കണ്ടോ